പിണറായി ഇത് പൂർത്തിവെച്ച് ഈ നോട്ടീസ് ആരും കാണിച്ചില്ല, ED കാണിച്ചില്ല, പിണറായി കാണിച്ചില്ല. ഇതിന്റെ കൂടെ നിങ്ങൾ കൂട്ടി വായിക്കേണ്ട എന്താണ്? സാധാരണ മുഖ്യമന്ത്രിമാരൊക്കെ ഡൽഹി പോയാൽ മന്ത്രിമാരെ കാണും, അത് എതിർ പാർട്ടിയായാലും കാണും. നമ്മുടെ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിവേദനം കൊടുക്കും. അത് സാധാരണയായി സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അടുത്ത കാലത്തായിട്ട് ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉദ്യോഗസ്ഥന്മാരില്ലാതെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്രഭാത ഭക്ഷണം കേരള ഹൗസിലേക്ക് ഉണ്ടാകാൻ ഉദ്യോഗസ്ഥന്മാരൊന്നുമില്ല. ഇപ്പൊ കേരള ഹൗസിലെ ബ്രേക്ക്ഫാസ്റ്റ് ധനമന്ത്രി വരുന്നു, പ്രലാസുകാരാണ്. കഴിഞ്ഞ ദിവസം നോക്കുന്നുണ്ട്, ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ, നാട്ടിലെ ജനങ്ങളെ വിഭജിക്കാൻ ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുക്കുന്ന സാക്ഷാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മുന്നിൽ പഞ്ചമുക്ഷ വടക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രവും കണ്ടു കേരളീയർ. അത് അദ്ദേഹത്തിന് വീട്ടിൽ പോയിട്ടാണ്, ഉദ്യോഗസ്ഥന്മാരും കൂടി. അപ്പൊ പതിവ് രീതികൾ തെറ്റിച്ച് കേന്ദ്രമന്ത്രിമാരെ കാണുന്നത്. നിതിൻ ഗഡ്കരിയെ, RSSന്റെ ഏറ്റവും ഉച്ച നേതാവായിട്ടുള്ള നിതിൻ ഗഡ്കരിയെ രഹസ്യത്താവളത്തിൽ പോയി കേരളത്തിലെ മുഖ്യമന്ത്രി കാണുന്നു. രഹസ്യത്താവളത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി കാണുന്നു. അപ്പൊ കേന്ദ്രമന്ത്രിമാരെ കാണുന്നതും തെറ്റില്ല. സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ പറയണം, അത് നേരെ പോയിട്ട് കാണും. തലയിൽ മുണ്ടിട്ടിട്ട് പിന്നാലെ പോയിട്ട് രഹസ്യമായിട്ടല്ല ഇഷ്ടപ്പെട്ടതായി കാണുന്നത്. അതിനിടയിൽ SIR വന്നു, MABP പ്രതികരിച്ചു, രാജ്യത്തിന്റെ സകലമാന കമ്മ്യൂണിസ്റ്റുകാരടക്കം ഇന്ത്യ മുന്നണി മൊത്തം പ്രതികരിച്ചു. CPM മാത്രം ഒന്നും മിണ്ടിയില്ല. അല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രം ഒന്നും മിണ്ടിയില്ല. എന്താ SIR അദ്ദേഹത്തിന്? അപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് BJPയുടെ കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഏറ്റുമുട്ടാനുള്ള ഒരു സാഹചര്യത്തിലേക്കും പോകാൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകാത്തതിന്റെ കാരണം എന്താണ് എന്ന് കേരളം ചോദിക്കുമ്പോഴാണ് 2 കൊല്ലക്കാലമായി പൂഴ്ത്തിവെച്ച ഈ നോട്ടീസിന്റെ വിവരം ഇന്ന് മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ കേരള ജനത അറിയാൻ താല്പര്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ മോനെ വെറുതെ പീഡിപ്പിക്കുന്നതാണെങ്കിൽ അത് തെറ്റല്ലേ? നമ്മളും കൂടെ കൂടി ചോദിക്കണ്ടേ, ഇങ്ങനെ മോനെ പീഡിപ്പിക്കാൻ പാടുണ്ടോ? അപ്പൊ പിണറായി അല്ലേ അത് പറയേണ്ടത് ആദ്യം? ഇതെന്താണ് കാര്യം, എന്താണ് സംഭവിച്ചത്? അത് പറയാൻ ആർജവം കാണുക, അത് പറയാൻ ആർജവം കാണുക. ഞാൻ പറഞ്ഞു വരുന്നത് അവസാനിപ്പിക്കുകയാണ്. 10 കൊല്ലം നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്താനല്ല നോക്കിയത്. ഈ ഭരണത്തിലെ തണലിൽ കിട്ടാവുന്നത് മുഴുവൻ നേടിയെടുത്ത് സമ്പത്തുണ്ടാക്കാൻ, കുടുംബത്തിന് സമ്പത്തുണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത്. അതിൽ ഫ്രസ്ട്രേഷൻ വന്നിരിക്കുന്ന, ഇത് കേട്ട് ഈ വിഷയങ്ങളെല്ലാം കണ്ട് ഇതിനെല്ലാം മാറ്റിമറിക്കാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ഈ വിഷയം ഡൈവേർട്ട് ചെയ്യാൻ വേറൊരു വിഷയം വേണം. ശബരിമല, അതുപോലെ ഈ ED നോട്ടീസ്, ഇനിയും വരാനിരിക്കുന്ന കുറെ കാര്യങ്ങള്. പക്ഷെ ഞങ്ങളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഷാഫി ഇന്നലെ അടി കിട്ടിയിട്ട് ചോര ഒലിക്കുമ്പോഴും പറഞ്ഞു, ഈ സ്വർണ്ണക്കള്ളന്മാരെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന്. സ്വർണ്ണക്കള്ളന്മാരെ വെറുതെ വിടില്ല, കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും വെറുതെ വിടില്ല. ഇത് ഒത്തുകളി ഉണ്ടാക്കിയിട്ട് ഞാൻ നോക്കിയിട്ട് ഇപ്പം ശബരിമല വിഷയം വന്നപ്പോൾ ഹൈന്ദവ വിശ്വാസത്തിന്റെ ഞങ്ങൾ അങ്ങേയറ്റമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന നമ്മുടെ BJPക്കാരെ അക്ഷരം കിട്ടുന്നില്ല. കണ്ടിട്ടില്ല ഞങ്ങൾ? എവിടെയാണ് അവര്? അപ്പൊ ഇതെല്ലാം കൂടി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, കേരളത്തിൽ അരങ്ങൊരുങ്ങുന്നത് ക്ലിയറായിട്ടുള്ള രഹസ്യ ഡീലാണ്. ആ രഹസ്യ ഡീല് കള്ളന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഡീലാണ്. ആ ഡീലിന്റെ ഭാഗമാണ് ഇത്തരം അക്രമങ്ങളും ഇത്തരം ഭീകരമായിട്ടുള്ള മർദ്ദനങ്ങളും.
ഇതിൽ കണ്ട് പതറുന്നവരല്ല കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും എന്നും ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേര് വരുന്നു എന്ന് നിങ്ങൾ വിളിച്ച മുദ്രാവാക്യമാണെങ്കിൽ നിങ്ങളത് മറന്നുപോയിട്ടുണ്ടാകും. പക്ഷെ ഞങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ സഹോദരന്റെ ഓരോ തുള്ളി ചോരയ്ക്കും 1000 ഇരട്ടിയായി ശക്തമായിട്ടുള്ള വികാരവുമായി ഈ നാടിന്റെ യഥാർത്ഥമായിട്ടുള്ള സമ്പത്ത് സംരക്ഷിക്കാൻ, ഈ നാടിന്റെ യശസ് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ബഹുമാനായ CKG കോളേജ് 10-25 വർഷത്തിന് ശേഷം വിജയിച്ച നമ്മുടെ UDSFന്റെ ചെയർമാൻ ഫർസീനെ ബഹുമാനായ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സാർ ഹാളണിക്കും. കേരള രാഷ്ട്രീയത്തിൽ ചർച്ചാ വിഷയമായിട്ടുള്ള MLA നമ്മുടെ പ്രിയങ്കരനായ കോഴിക്കോട്ടുകാരനും പെരിന്തൽമണ്ണ MLA ആണെങ്കിലും കോഴിക്കോട്ടുകാരനായിട്ടുള്ള ശ്രീ കാന്തപുരം നജീബ് കാന്തപുരം നമ്മൾ സംസാരിക്കുന്നു. ആദരണീയനായ കോൺഗ്രസിന്റെ AICC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ KC വേണുഗോപാൽജി ഉൾപ്പെടെയുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, CKG കോളേജിലെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം താങ്ങാൻ പോലും പേരാമ്പ്രയിലെ സഖാക്കൾക്കാവില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഒരുങ്ങി നിന്നോളൂ. 6 മാസം കഴിഞ്ഞാൽ നിങ്ങളുടെ നെഞ്ചു പൊട്ടുന്ന റിസൾട്ട് കൊണ്ടാണ് ഈ നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ ജയിച്ചു വരാൻ പോകുന്നത് എന്ന ഒരു മുന്നറിയിപ്പ് അവർക്ക് കൊടുക്കുകയാണ്. ബഹുമാന്യനായ KC ഇവിടെ വളരെ സവിസ്തരം പറഞ്ഞ ഒരു കാര്യം, പ്രിയങ്കരനായ ഷാഫിയുടെ മൂക്ക് അടിച്ച് പൊട്ടിച്ചിട്ട് നിങ്ങൾ പരിഹാസവുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഷാഫി ഇപ്പോൾ ഇമേജ് ബിൽഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഖാക്കളോട് പറയുകയാണ്, നിങ്ങളുടെ ഏറ്റവും മികച്ച സ്ട്രൈക്കറായിരുന്ന ടീച്ചറമ്മയെ കൊണ്ടുവന്നിട്ട് 8 വട്ടത്തിൽ പൊട്ടിച്ച ഷാഫിക്ക് എന്തിന് ഇമേജ് വർദ്ധിപ്പിക്കാനാണ് ഈ നാട്ടിൽ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും മികച്ച ഒരു കാൻഡിഡേറ്റിനെ പോലും ഷാഫി മലർത്തി അടിച്ചത് നിങ്ങളുടെ വീട്ടിലെ വോട്ടുകൾ കൊണ്ടാണ് എന്ന് സഖാക്കളെ നിങ്ങൾ മനസ്സിലാക്കി. ഞാൻ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. ഷാഫിക്ക് ഇനിയും ബാക്കി ഉണ്ട് എല്ലുകൾ എന്ന് മാത്രമാണ് സഖാക്കളോട് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇന്ന് വളരെ ലളിതമായിട്ട് ആ മൂക്കങ്ങ് അടിച്ചു പൊട്ടിച്ച പോലീസുകാരോടുകൂടി ഒരു വാക്ക് പറയുകയാണ്, നിങ്ങൾ ആ അടിച്ചു പൊട്ടിച്ച ലാത്തിയൊക്കെ നേരെ വെച്ച് കൈ കുടങ്ങങ്ങ് പോകാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ 6 മാസം കാത്തിരുന്നോളൂ. എല്ലാവരുടെയും നെഞ്ചത്ത് നിന്ന് ഊരിയ ആ നെയിം ബോർഡുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞത് നിയമസഭയിലൊന്നും ഇനി 6 അടി പൊക്കത്ത് താഴെയുള്ളവരാരും വേണ്ടെന്നാണ്. 6 പാക്ക് ഇല്ലാത്ത ആരും വേണ്ടെന്നാണ്. ഞാൻ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാണ്, ഞങ്ങൾക്ക് ഒരു പക്ഷേ 6 പാക്ക് ഉണ്ടാവില്ല, 8 അടി നീളം ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്കില്ലാത്ത ഒന്ന് ഞങ്ങൾക്കുണ്ട്, അത് കോമൺ സെൻസ് ആണ് എന്ന് മാത്രം ഞാൻ ഓർമ്മിച്ചു. അത് നിങ്ങൾക്കില്ല. നിങ്ങളുടെ ഇപ്പോൾ പോകുന്ന ഈ പോക്ക് നമുക്കറിയാം. ഇവരുടെ കയ്യിൽ അധികാരമുണ്ടാകുമ്പോൾ ഇവർ ഗുണ്ടാപ്പണി എടുപ്പിക്കുന്നത് പോലീസിനെ കൊണ്ടാണ്. അധികാരം പോയാൽ ഇവർ യഥാർത്ഥ വാടക ഗുണ്ടകളെ വിലക്ക് വിളിക്കുകയും ചെയ്യും. ഇതല്ലേ പണി? നമ്മൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പേരാമ്പ്രക്കടുത്ത വടകരയിലെ വള്ളിക്കാട്ട് ശ്രീ TP ചന്ദ്രശേഖരനെ മുഖം വെട്ടി വികൃതമാക്കിയ ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇവർക്ക് മുഖത്തോടാണ് കൂടുതൽ താല്പര്യം. എന്നിട്ട് അന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പാർട്ടി സെക്രട്ടറി ഒരു മനുഷ്യനെ
മനുഷ്യത്വം എന്നത് തൊട്ടുതീണ്ടാതെ 51 വെട്ടിയിട്ട് മുഖം പിളർത്തി അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് പോലും കാണാൻ കഴിയാത്ത ആ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയ തൊട്ടു പിറ്റേന്ന് പറഞ്ഞത് കുലങ്കുത്തി എന്നും കുലങ്കുത്തി തന്നെയാണ് എന്നാണ്. ഇത്ര മ്ലേച്ഛന്മാരായ നീചന്മാരായ മനുഷ്യർക്ക് മാത്രമേ ഷാഫിയുടെ മൂക്കടിച്ചോട്ടിച്ചിട്ടും നിങ്ങൾക്ക് ഈ പരിഹാസം നടത്താൻ കഴിയുകയുള്ളൂ. ഷാഫിയെ ഞങ്ങൾ കണ്ട് ഇന്ന് ബഹുമാന്യരായ നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. ഞങ്ങൾ കണ്ട് തിരിച്ചു വന്നപ്പോ ഏറെ സങ്കടം തോന്നുന്ന ഒരു കാര്യം, ഷാഫിക്ക് സംസാരിക്കാൻ ഏറെ ബുദ്ധിമുട്ടുണ്ട്, ശ്വാസമെടുക്കാൻ അതിലേറെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഉള്ള നാവ് കൊണ്ട് ഷാഫി സംസാരിച്ചത് ഒരാളെയും നമ്മൾ വിടില്ല എന്നാണ്. ആരെ? കാട്ടുകള്ളന്മാരായ ഈ പിണറായിയുടെ കൊള്ള സംഘത്തെ. നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും ഈ ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങളോട്